ഞെട്ടിച്ച് കേരളത്തിലെ ആത്മഹത്യകൾ. 2 മാസത്തിനിടയിൽ 1785 പേർ ജീവനൊടുക്കി. ഭയപ്പെടുത്തും വിധം സംസ്ഥാനത്ത് ആത്മഹത്യ വർദ്ധിക്കുന്നത് സ്റ്റേറ്റ് ക്രൈം റെക്കോർഡ് ബ്യൂറോയുടെ കണക്കുകളാണിവ. കഴിഞ്ഞ വർഷം 10,779 പേരാണ് ആത്മഹത്യ ചെയ്തതെങ്കിൽ ഈ വർഷം മാർച്ച് 16 വരെയുള്ള 2.5 മാസത്തിനുള്ളിൽ ജീവിതം അവസാനിപ്പിച്ചവർ 1785 പേരാണ്. മുൻവർഷങ്ങളിൽ തിരുവനന്തപുരമാണ് ആത്മഹത്യയിൽ മുന്നിലെങ്കിൽ ഈ വർഷം ഇതുവരെ കൊല്ലമാണ് മുന്നിൽ. കുറവ് വയനാട്ടിലും. സംസ്ഥാനത്ത് പ്രതിദിനം 30 ആത്മഹത്യകളും 600 ആത്മഹത്യാ ശ്രമങ്ങളും നടക്കുന്നു. വിവാഹിതരായ പുരുഷന്മാരാണ് കൂടുതലും. കുടുംബ ആത്മഹത്യകളുടെ കാര്യത്തിലും കേരളം മുന്നിൽ തന്നെയുണ്ട്. കേരളത്തിൽ സ്ത്രീ പുരുഷ ആത്മഹത്യാ അനുപാതം 20:80 ആണ്. കൂടുതൽ ആത്മഹത്യകളും കുടുംബ പ്രശ്നത്തിന്റെ പേരിൽ തന്നെയാണ് നടക്കുന്നത്. ദേശീയ ആത്മഹത്യാ നിരക്ക് 1,00,000 പേരിൽ 13 ആണെങ്കിൽ കേരളത്തിൽ അത് 28-ന് മുകളിലാണ്. സ്ത്രീകളെ അപേക്ഷിച്ച് പുരുഷന്മാരിൽ ആത്മഹത്യാ നിരക്ക് 4 മടങ്ങാണെങ്കിലും ആത്മഹത്യാ പ്രവണത കൂടുതൽ സ്ത്രീകൾക്ക് തന്നെയാണ്. പ്രായം കൂടുന്തോറും ആത്മഹത്യാ പ്രവണത കൂടുന്നു. മയക്കുമരുന്നിന്റെയും ഓൺലൈൻ ഗെയിംസിന്റെയും ഭാഗമായി അടുത്തിടെ ചെറുപ്പക്കാരിലും ആത്മഹത്യ കൂടുന്നുണ്ട്. ഈ ആത്മഹത്യ എന്ന് പറയുന്നത് ഒന്നിനും പരിഹാരമല്ല. ഇതിനെ എങ്ങനെ തടയാം? മാനസിക രോഗങ്ങൾ നേരത്തെ കണ്ടെത്തുന്നതും ചികിത്സിക്കുന്നതും ആത്മഹത്യ തടയുന്നതിൽ പ്രധാന പങ്ക് വഹിക്കുന്ന ഒന്നാണ്. വിഷാദ രോഗത്തിനുള്ള മരുന്നുകളും മോഡിഫൈഡ് ECD, കീറ്റമിൻ ചികിത്സ തുടങ്ങിയവയും ആത്മഹത്യാ പ്രവണതകൾ ഉള്ളവർക്ക് ചികിത്സിക്കാനുള്ള മാർഗമാണ്. മനഃശാസ്ത്ര ചികിത്സകളായ സപ്പോർട്ടീവ് സൈക്കോതെറാപ്പി, ഫാമിലി തെറാപ്പി, കൊഗ്നിറ്റീവ് ബിഹേവിയർ തെറാപ്പി പോലുള്ള ചികിത്സകളും ഫലപ്രദമായി കണ്ടുവരുന്നുണ്ട്. ആത്മഹത്യ ചെയ്യാനുള്ള വസ്തുക്കളുടെ ലഭ്യത കുറക്കുക, ആത്മഹത്യാ പ്രതിരോധ പരിപാടികൾ സംഘടിപ്പിക്കുക, മാനസിക സമ്മർദ്ദം അനുഭവിക്കുന്നവരിൽ മനഃശാസ്ത്രപരമായ പ്രഥമ ശുശ്രൂഷ നൽകുക തുടങ്ങിയവ ഒരു പരിധിവരെ ആത്മഹത്യയിലേക്ക് നയിക്കുന്നത് നിർത്തും. സാമൂഹിക അവബോധം കൂട്ടുക, ആത്മഹത്യയെക്കുറിച്ചുള്ള ചിന്ത കുറയ്ക്കുന്നതിനുള്ള മാർഗങ്ങൾ അവലംബിക്കുക എന്നിവയും ഫലപ്രദമാണ്. ശ്രദ്ധിക്കുക, ആത്മഹത്യ ഒന്നിനും ഒരു പരിഹാരമല്ല. മാനസികാരോഗ്യ വിദഗ്ധരുടെ സഹായം തേടുക, അതിജീവിക്കാൻ ശ്രമിക്കുക.